ലോകത്തെ അതിസമ്പന്നനെന്ന സ്ഥാനം ഇലോൺ മസ്കിനെ നഷ്ടമായതായി റിപ്പോർട്ട്. ഒറാക്കിൾ സഹസ്ഥാപകൻ ലാരി എല്ലിസണിന്റെ സമ്പത്ത് $39,300 കോടി ഉയർന്നതോടെയാണ് മസ്ക് പിന്നിലായത്. ചൊവ്വാഴ്ച ഒറാക്കിൾ ഓഹരി വിപണിയിൽ വലിയ നേട്ടം രേഖപ്പെടുത്തിയതോടെയാണ് എല്ലിസണിന്റെ സമ്പത്ത് ഉയർന്നത്. എലിസണിന്റെ സമ്പത്തിൽ $10,100 കോടി വർധനവാണുണ്ടായത്. കഴിഞ്ഞ പാദത്തിൽ കമ്പനി ശതകോടികളുടെ 4 കരാറുകൾ നേടിയിട്ടുണ്ടെങ്കിലും വരും മാസങ്ങളിൽ കൂടുതൽ കരാറുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ചൊവ്വാഴ്ച ഓഹരി വിപണി അവസാനിച്ചതിന് ശേഷം ഒറാക്കിൾ സിഇഒ സഫ്രെ കർട്സ് വെളിപ്പെടുത്തി. ജൂണിലാണ് ആമസോൺ മേധാവി ജെഫ് ബെസോസിനെയും മെറ്റ മേധാവി മാർക്ക് സക്കർബർഗിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ രണ്ടാമനായി ലാരി എലിസൺ എത്തിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തുണ്ടായ മുന്നേറ്റമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്ഥാപകനായ ഒറാക്കിളിന് നേട്ടമായത്. AI ആവശ്യങ്ങൾക്കായി ഒറാക്കിളിന്റെ ഡാറ്റാ സെന്ററിന് ആവശ്യക്കാർ വർദ്ധിച്ചു. ഇതോടെ ബുധനാഴ്ച രാവിലെ ഒറാക്കിളിന്റെ ഓഹരി വില 40% കൂടിയിരുന്നു. 81-കാരനായ എലിസൺ കമ്പനിയിലെ ഏറ്റവും വലിയ വ്യക്തിഗത ഓഹരി ഉടമയാണ്. $70,000 കോടി മൂല്യമുള്ള കമ്പനിയാണ് ഒറാക്കിൾ. 2021 ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ ധനികൻ എന്ന സ്ഥാനത്തെത്തിയത്. പിന്നീട് LVMHന്റെ സിഇഒ ബെർണാൾഡ് അർണോൾഡും ആമസോൺ മേധാവി ജെഫ് ബെസോസും മസ്കിനെ പിന്തള്ളി ഒന്നാമതെത്തിയിരുന്നു. എന്നാൽ പിന്നീട് മസ്ക് വീണ്ടും തിരിച്ചെത്തി.